ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. പോഷകാഹാരത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കാൻ പോഷൻ പഖ്വാഡ. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുവാനുള്ള യാത്രയിലാണ് നമ്മുടെ രാജ്യം. നൂതന സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ രംഗത്തുമെല്ലാം ഇന്ത്യ കുതിപ്പ് തുടരുകയാണ്. ഏതൊരു രാജ്യത്തിന്റെയും പുരോഗതിക്ക് പിന്നിൽ കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആരോഗ്യമുള്ള ഒരു യുവതലമുറ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. ആരോഗ്യമുള്ള യുവതയെ സൃഷ്ടിക്കണമെങ്കിൽ കുട്ടികളിൽ കാണപ്പെടുന്ന പോഷകാഹാരക്കുറവ് പരിഹരിക്കുക പ്രധാനമാണ്. ഈ ലക്ഷ്യവുമായി 2018 മാർച്ച് 8 വനിതാ ദിനത്തിൽ നരേന്ദ്രമോദി സർക്കാർ തുടക്കം കുറിച്ച ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയാണ് പോഷൻ അഭിയാൻ അഥവാ ദേശീയ പോഷകാഹാര ദൌത്യം. രാജ്യത്തെ കുട്ടികൾ, ഗർഭിണികൾ, കൌമാരക്കാരായ പെൺകുട്ടികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമൂഹ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലൂടെ പോഷകാഹാരശീലം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പോഷൻ അഭിയാന്റെ ഭാഗമായി സക്ഷം അങ്കണവാടി പദ്ധതിക്ക് കീഴിൽ എല്ലാ വർഷവും പോഷൻ മാ, പോഷൻ പഖ്വാഡ എന്നീ ജനകീയ പ്രചാരണ പരിപാടികൾ നടത്തിവരുന്നു. കൂടാതെ സംയോജിത പോഷക സംരക്ഷണ പരിപാടിയായ മിഷൻ പോഷൻ 2.0യും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. രാജ്യമെമ്പാടും വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ചുമതലയിൽ എല്ലാ വർഷവും മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ 15 ദിവസം നീണ്ടുനിൽക്കുന്ന പോഷൻ പഖ്വാഡ അഥവാ പോഷണ പക്ഷാചരണവും സെപ്റ്റംബർ മാസം 1 മുതൽ 30 വരെ ഒരു മാസക്കാലം പോഷൻ മാ അഥവാ പോഷണ മാസാചരണവും സംഘടിപ്പിക്കുന്നു. 2019 മുതലാണ് പോഷൻ പഖ്വാഡ നടത്തിവരുന്നത്. ഈ വർഷത്തെ പോഷണ പക്ഷാചരണം സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെയും സാമൂഹിക ക്ഷേമ വകുപ്പിന്റെയും മേൽനോട്ടത്തിൽ വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് ചൊവ്വാഴ്ച ആരംഭിച്ചു. ഈ മാസം 22 വരെയാണ് 7ാമത് പോഷൻ പഖ്വാഡ നടക്കുക. ജീവിതത്തിലെ ആദ്യത്തെ 1000 ദിവസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, കുട്ടികളിലെ അമിതവണ്ണം പരിഹരിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക ഉൾപ്പെടെ 4 പ്രധാന വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് രാജ്യവ്യാപകമായി നടന്നുവരുന്നത്. രാജ്യത്ത് അമിതവണ്ണം ഒരു വലിയ പ്രശ്നമായി മാറുകയാണെന്നും ഭക്ഷണത്തിലെ എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുകയും വ്യായാമം ജീവിതശൈലിയുടെ ഭാഗമാക്കുകയും ചെയ്യുന്നതിലൂടെ അമിതവണ്ണം കുറയ്ക്കാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു. मैं आज आपसे वादा चाहता हूं, हम सभी को अपने खाने के तेल में 10% की कटौती करनी चाहिए. मोटापा कम करने की दिशा में ये एक बहुत बड़ा कदम होगा. കേരളത്തിലും പോഷൻ പഖ്വാഡയുടെ ഭാഗമായി വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ പരിപാടിയിലൂടെ നടപ്പിലാക്കുന്ന 4 പ്രധാന ആശയങ്ങളെക്കുറിച്ച് വാർത്താ തരംഗിണിയോട് വിശദീകരിക്കുകയാണ് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ICDS തിരുവനന്തപുരം ജില്ലാ പ്രോഗ്രാം ഓഫീസർ കവിത റാണി രഞ്ജിത്ത്. തീം 1, ജീവിതത്തിലെ ആദ്യത്തെ 1000 ദിവസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം മികച്ചതാക്കാൻ മാനസികവും ശാരീരികവുമായ മുന്നൊരുക്കം ഏറെ പ്രധാനമാണ്. ആദ്യത്തെ 1000 ദിവസങ്ങളിൽ ശരിയായ പരിചരണം ലഭിക്കാത്ത കുട്ടികൾക്ക് ഭാവിയിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പോഷകാഹാരക്കുറവ് മൂലം വളർച്ച മുരടിക്കുക, രോഗപ്രതിരോധ ശേഷി കുറയുക, ബുദ്ധിവികാസം കുറയുക, പഠനത്തിൽ പിന്നോട്ട് പോകുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമായേക്കാം. തീം 2, പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഗുണഭോക്തൃ മോഡ്യൂളിന്റെ ജനകീയവൽക്കരണം. അംഗനവാടി ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ എളുപ്പമാക്കുന്നതിനും ഗുണഭോക്താക്കൾക്ക് മികച്ച സേവനങ്ങൾ നൽകുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ, കൌമാരക്കാരായ പെൺകുട്ടികൾ എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങൾ ട്രാക്ക് ചെയ്യാനും അംഗനവാടി കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ സഹായിക്കുന്നു. തീം 3, CMAM മോഡ്യൂൾ നടപ്പിലാക്കുന്നതിലൂടെ പോഷകാഹാരക്കുറവ് കൈകാര്യം ചെയ്യുക. തീവ്രമായ പോഷകാഹാരക്കുറവ് ഏറ്റവും ഗുരുതരമായ അവസ്ഥയാണ്. CMAM എന്നത് ഈ അവസ്ഥയിലുള്ള കുട്ടികളെ സമൂഹത്തിൽ തന്നെ ചികിത്സിക്കുന്നതിനുള്ള ഒരു രീതിയാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാതെ തന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സഹായത്തോടെ കുട്ടികൾക്ക് പോഷകാഹാരം നൽകാനും അവരെ പരിചരിക്കാനും ഈ മോഡ്യൂൾ ലക്ഷ്യമിടുന്നു.
തീം 4 കുട്ടികളിലെ അമിതവണ്ണം പരിഹരിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി. ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് കുട്ടികളിലെ അമിതവണ്ണം. രക്ഷിതാക്കൾ, അധ്യാപകർ, സമൂഹം എന്നിവരെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ വെല്ലുവിളിയെ നമുക്ക് മറികടക്കാൻ സാധിക്കൂ. സമൂഹത്തിന്റെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് പോഷകാഹാര ഉപഭോഗം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇത്തവണത്തെ പോഷൻ പഖ്വാഡ ഊന്നൽ നൽകുന്നത്. പോഷകാഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നും കുട്ടികളിൽ പോഷകാഹാരത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമെന്നും അറിയാൻ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ നീലിമ പറയുന്നത് ശ്രദ്ധിക്കൂ. ഊർജം, മാംസ്യം, കൊഴുപ്പ്, മിനറൽസ്, വൈറ്റമിൻസ് ഇവയെല്ലാം ആവശ്യമായ അളവിൽ അടങ്ങിയ ആഹാരത്തെയാണ് നാം പോഷകാഹാരം എന്ന് പറയുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ കുറവ് രോഗങ്ങൾക്ക് കാരണമാകാം. ഊർജം, മാംസ്യം എന്നിവയുടെ കുറവ് കുഞ്ഞുങ്ങളിൽ വളർച്ചക്കുറവ്, തൂക്കക്കുറവ് എന്നിവയ്ക്കും മരാസ്മസ്, കോശിയോർക്കർ എന്നീ ഗുരുതര രോഗങ്ങൾക്കും കാരണമായേക്കാം. വൈറ്റമിൻ എയുടെ കുറവ് നിശാന്തത, കാഴ്ചക്കുറവ്, കുറഞ്ഞ രോഗപ്രതിരോധ ശേഷി എന്നിവയ്ക്കും വൈറ്റമിൻ ഡി, കാൽഷ്യം എന്നിവയുടെ കുറവ് എല്ലുകളുടെ ശക്തി കുറഞ്ഞ് വളവുണ്ടാകുന്ന റിക്കറ്റ്സ് എന്ന രോഗാവസ്ഥയ്ക്കും അയൺ അഥവാ ഇരുമ്പ് സത്തിന്റെ കുറവ് വിളർച്ച, ക്ഷീണം, ശ്രദ്ധക്കുറവ്, ബുദ്ധിവികാസക്കുറവ് എന്നിവയ്ക്കും കാരണമാകാവുന്നതാണ്. ബി കോംപ്ലക്സ് വൈറ്റമിനുകളുടെ കുറവ് മൂലം നാഡീവ്യൂഹത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, ക്ഷീണം, വായിലുണ്ടാകുന്ന വ്രണങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം. പോഷകങ്ങൾ കുറഞ്ഞതും എന്നാൽ ഊർജം, കൊഴുപ്പ്, ഉപ്പ് എന്നിവ അമിതമായി അടങ്ങിയിരിക്കുന്നതുമായ ഭക്ഷണങ്ങൾ കുട്ടികളിൽ അമിതവണ്ണത്തിനും യുവാക്കളിൽ പ്രമേഹം, ഹൃദ്രോഗം, രക്താതിസമ്മർദ്ദം എന്നിവയ്ക്കും കാരണമാകാവുന്നതാണ്. ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന സംഘടനയായ യുണിസെഫ് പറയുന്നത് പോഷകാഹാരമാണ് കുട്ടികളുടെ നിലനിൽപ്പിന്റെയും വികാസത്തിന്റെയും അടിസ്ഥാനം എന്നാണ്. ജീവിതത്തിന്റെ ആദ്യ 1000 ദിവസങ്ങളിൽ പോഷകാഹാരക്കുറവ് ഉണ്ടാകാതിരിക്കാൻ പര്യാപ്തമായ ഭക്ഷണ രീതികളെക്കുറിച്ച് ഹോമിയോ ഡോക്ടറും പോഷകാഹാര വിദഗ്ധയുമായ ഡോക്ടർ ഹരിപ്രിയ വിശദീകരിക്കുന്നു. ഗർഭകാലയളവിലെ 270 ദിവസങ്ങളും കുഞ്ഞിന് 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെയുള്ള 2 വർഷക്കാലം അഥവാ 730 ദിവസങ്ങളും ചേർന്നാണ് ആദ്യ 1000 ദിനങ്ങൾ തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന്റെ ജനനത്തിനായി ഗർഭകാലവും അതിനു മുൻപുള്ള കാലഘട്ടവും കരുതലോടെ ഇരിക്കണം. ഭ്രൂണം അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുമ്പോൾ തന്നെ പരിചരണം ആരംഭിക്കണം. ഗർഭിണിയായ ഒരു സ്ത്രീ കാൽസ്യം, അയൺ, ഫോളിക് ആസിഡ്, പ്രോട്ടീൻ തുടങ്ങിയ പോഷകങ്ങൾ ധാരാളമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവയുടെ സപ്ലിമെന്റുകൾ എടുക്കുകയും വേണം. വിളർച്ചയെ പ്രതിരോധിക്കാനുള്ള മുൻകരുതൽ കൂടിയാണിത്. ജനിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ അമ്മയുടെ മഞ്ഞപ്പാൽ കുഞ്ഞിന് ലഭിക്കുന്നത് ഉറപ്പുവരുത്തണം. ആദ്യ 6 മാസം കുഞ്ഞിന്റെ ശരിയായ വളർച്ചയ്ക്കും പോഷണത്തിനും മുലപ്പാൽ മാത്രം മതിയാകും. ഈ കാലഘട്ടത്തിൽ വെള്ളമോ മറ്റു പാനീയങ്ങളോ കുഞ്ഞിന് നൽകേണ്ടതില്ല. 6 മാസം പൂർത്തിയാകുന്നതോടെ മുലപ്പാലിനോടൊപ്പം മറ്റു പൂരക ഭക്ഷണങ്ങളായ കൂരവ്, ഏത്തയ്ക്കാപ്പൊടി, പഴങ്ങൾ, വേവിച്ച ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് മുതലായവയൊക്കെ ഓരോന്നോരോന്നായി കൊടുത്തു തുടങ്ങാം. 2 വയസ്സുവരെ മുലയൂട്ടലും തുടരണം. ഏറ്റവും പുതിയ ദേശീയ കുടുംബാരോഗ്യ സർവേ പറയുന്നത് കേരളത്തിലെ സമ്പൂർണ്ണ മുലയൂട്ടലിന്റെ നിരക്ക് 55% മാത്രമാണ് എന്നതാണ്. അതായത് ജനിക്കുന്ന പകുതിയോളം കുട്ടികൾക്ക് ആദ്യ 6 മാസം സമ്പൂർണമായി മുലപ്പാൽ മാത്രം കുടിച്ചു വളരാനുള്ള ഭാഗ്യം ലഭിക്കുന്നില്ല എന്നർത്ഥം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസി ജനതയുള്ള വയനാട് ജില്ലയിൽ പോഷകാഹാര പക്ഷാചരണത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ വാർത്താ തരംഗിണിയുമായി പങ്കുവയ്ക്കുകയാണ് ICDS വയനാട് ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ ഹഫ്സത്ത്. വയനാട് ജില്ലയിൽ അങ്കണവാടി മുഖേന പട്ടികവർഗക്കാരായ അമ്മമാർക്കായി പ്രത്യേക പോഷകാഹാര പദ്ധതി നടത്തിവരുന്നു. പോഷണമടങ്ങിയ ഭക്ഷണങ്ങൾ, അവ പാചകം ചെയ്യുന്ന രീതി എന്നിവ ഇത്തരം അമ്മമാരെ പരിശീലിപ്പിക്കുകയും പോഷകാഹാരം കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ അവർക്ക് നേരിട്ട് അനുഭവവേദ്യമാക്കുകയും ചെയ്യുകയും അവരുടെ വീടുകളിൽ പോഷണമടങ്ങിയ ഭക്ഷണം പാചകം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ കോ ആക്റ്റീവ് കിച്ചൺസ് ഫോർ എൻറിച്ച്മെന്റ് കേക്ക് പ്രോഗ്രാം എന്ന പേരിൽ ഒരു പങ്കാളിത്ത പാചക പരിപാടി നൂൽപ്പുഴ പഞ്ചായത്തിലെ 41 അംഗൻവാടികൾ വഴി നടപ്പിലാക്കുകയുണ്ടായി. അങ്കണവാടിയിലെ പ്രീസ്കൂൾ കുട്ടികൾക്ക് 3 നേരം സമീകൃത ആഹാരം
ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഭക്ഷ്യക്രമം നടപ്പിലാക്കി വരുന്നുണ്ട്. സുരക്ഷിത ഭക്ഷണം, സമ്പൂർണ്ണ പോഷണം അങ്കണവാടികളിലൂടെ എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കി വരുന്ന ഈ പരിപാടിയുടെ ഫലമായി പരമാവധി കുട്ടികളെ അങ്കണവാടികളിൽ എത്തിക്കാനും അവരുടെ പോഷണ നിലവാരം മെച്ചപ്പെടുത്താനും സാധിക്കുന്നു. കൂടാതെ ജില്ലയിലെ ഗുരുതര പോഷണക്കുറവുള്ള കുട്ടികൾക്കായി പ്രത്യേക പോഷണം പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പാക്കി വരുന്നുണ്ട്. ആയതിന്റെ ഫലമായി ജില്ലയിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ ഗുരുതര പോഷണ നിരക്ക് 1% താഴെയായി കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു. പോഷകാഹാരക്കുറവ് കുട്ടികളുടെ ഐക്യുവിനെയും പഠന നിലവാരത്തെയും അതിലൂടെ ഭാവിയിൽ ലഭിക്കുന്ന വരുമാനത്തെയും വരെ ബാധിക്കും. അങ്ങനെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അത് ബാധിച്ചേക്കാം. പോഷകാഹാരക്കുറവ് കണ്ടെത്തുന്നതിനും പരിഹരിക്കുന്നതിനുമായി നടത്തിവരുന്ന പരിപാടികൾ വിശദീകരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവ് ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ രാജീവ് വേണാട്. ഭരണിക്കാവ് ബ്ലോക്ക് പ്രദേശത്ത് പോഷകാഹാരക്കുറവുള്ള 6ഓളം കുട്ടികളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ കുഞ്ഞുങ്ങളെ അതാത് പ്രദേശത്തെ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശാനുസരണം നല്ല പോഷണ ഗുണമുള്ളതും നേരിട്ട് ഉടനടി കഴിക്കാവുന്നതുമായ ഭക്ഷണം നൽകുന്നു. ഈ കുട്ടികളുടെ വളർച്ചാ വ്യത്യാസം രേഖപ്പെടുത്തുന്നതിന് പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തുന്നു. ഫോളോ അപ്പ് നടത്തുമ്പോൾ തൂക്കം വ്യത്യാസപ്പെടാത്ത കുട്ടികളെ ഡോക്ടറെ അടുത്തേക്ക് നേരിട്ട് അയക്കുന്നു. പോഷകാഹാരക്കുറവുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കുമായി പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കുടിവെള്ള സ്രോതസ്സിന്റെ നിലവാരം ഉറപ്പുവരുത്തുക, കൗമാര പ്രായക്കാരുടെ ഇടയിൽ ന്യൂട്രീഷൻ കോമ്പറ്റീഷൻ നടത്തുക തുടങ്ങിയവ പോഷൻ പക്കോടയുടെ ഭാഗവും ആയത് ഓരോ അംഗനവാടിയിലും നടന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതും ICDS സൂപ്പർവൈസറുടെ ചുമതലയാണ്. SC/ST നടത്തുന്ന ഹോസ്റ്റലുകൾ, MRS സ്കൂളുകൾ, ഫിഷറീസ് വകുപ്പിന്റെ സ്കൂളുകൾ ഈ സ്ഥലങ്ങളിൽ ന്യൂട്രീഷൻ ക്യാമ്പുകൾ നടത്തുകയും കുട്ടികളുടെ പോഷണ നിലവാരം കണ്ടെത്തി ഇടപെടലുകൾ നടത്തുന്നതും പോഷൻ പക്കോടയുടെ ഭാഗമാണ്. ഹീമോഗ്ലോബിന്റെ അളവ് തിട്ടപ്പെടുത്തൽ, ഗർഭകാല ശരീര ഭാര പരിശോധന, വാക്സിനേഷൻ വിവരങ്ങൾ എന്നിവ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തണം. അനീമിയ ക്യാമ്പുകൾ, ആവശ്യമായ ബോധവൽക്കരണം എന്നിവ നടത്തുന്നതിന് അത്തരത്തിൽ കണ്ടെത്തുന്ന പോഷകാഹാരക്കുറവുള്ള കുട്ടികളുടെ വിളർച്ചയുടെ തോത് രേഖപ്പെടുത്തി ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡിവേമിങ്ങിനായി ആൽബൻഡസോൾ ടാബ്ലറ്റിന്റെ വിതരണം നടത്തുന്നതിനും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ദാരിദ്ര്യവും ഭക്ഷണത്തിന്റെ അപര്യാപ്തതയും മാത്രമല്ല പോഷകാഹാരക്കുറവിന്റെ കാരണങ്ങൾ. കഴിക്കുന്ന ഭക്ഷണം പോഷകസമ്പന്നമാണെന്ന് ഉറപ്പുവരുത്തുകയാണ് ഏറ്റവും പ്രധാനം. പോഷൻ പഖ്വാഡയുടെ ഭാഗമായി അംഗൻവാടികളിലൂടെ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ ആകാശവാണിയോട് പങ്കുവയ്ക്കുകയാണ് പത്തനംതിട്ട ഇലന്തൂരിലെ അംഗൻവാടി പ്രവർത്തക ഷേർലി PS. ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ തന്നെ വൈദ്യപരിശോധന നടത്തുകയും ടെറ്റനസ് ടോക്സ്റ്റോയിഡിന്റെ ഫസ്റ്റ് ഡോസ് എടുക്കുകയും ചെയ്യണം. അങ്കണവാടികളിൽ രജിസ്റ്റർ ചെയ്യുകയും പോഷകാഹാരത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന PMMVY രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 8 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് സ്ത്രീകൾക്ക് ലഭിക്കുന്ന പ്രസവ ആനുകൂല്യമാണ് PMMVY. 9 മാസം വരെയും പോഷകാഹാരം, ആരോഗ്യ പരിശോധന, വിശ്രമം, മാനസിക ഉല്ലാസം വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിനുള്ള ബോധവൽക്കരണം. വിറ്റമിൻസിന്റെ കുറവുകൾ ഉണ്ടാകാതെ അയൺ, ഫോളിക് ആസിഡും അയൺ ടാബ്ലറ്റ്, കാൽസ്യം എന്നിവ നൽകുന്നതാണ്. തുടർന്ന് പ്രസവ സമയത്ത് നല്ല ഹോസ്പിറ്റലിൽ തന്നെ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് കുറഞ്ഞത് 2.5 കിലോ എങ്കിലും തൂക്കമുണ്ടാവണം. ജനിച്ചാൽ ഉടൻ തന്നെ അമ്മയുടെ മുലപ്പാലായ കൊളസ്ട്രം കുഞ്ഞിന് കൊടുക്കുക. 6 മാസം മുതൽ കുഞ്ഞിന് കട്ടിയുള്ള ആഹാരങ്ങൾ കൊടുത്തു തുടങ്ങുന്നു. അംഗനവാടിയിൽ കൂടെ അമൃതം, ന്യൂട്രിമിക്സ്, ഖരരൂപത്തിലുള്ള ആഹാരങ്ങൾ ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ കൊടുക്കണമെന്നുള്ള ബോധവൽക്കരണം അമ്മയ്ക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മാതൃ ശിശു മരണ നിരക്കുകളൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. 3 വയസ്സ് പൂർത്തിയാകുന്നിടം വരെ എല്ലാ മാസവും തൂക്കവും ഉയരവും എടുക്കുകയും അത് രേഖപ്പെടുത്തി കുഞ്ഞിന്റെ വളർച്ച നിരീക്ഷണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വെയിറ്റ് കുറഞ്ഞാൽ അത് ഗുരുതര പോഷണക്കുറവ് വരെ ആയി പോകും. അതോടൊപ്പം തന്നെ വെയിറ്റ് കൂടുതലായിട്ട് വരുന്നുണ്ടെ അത് പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബിസിറ്റി എന്ന് പറയും. അതും ദോഷമായിട്ടാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും വരാതെ ഒരു സാധാരണ ലെവലിൽ പോകുന്നതാണ് എപ്പോഴും കുഞ്ഞിന്റെ ശരിയായ ആരോഗ്യം. ഇതൊക്കെയാണ് ഈ പോഷൻ പക്വാഡ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഇത് അങ്കണവാടികളിൽ കൂടിയാണ് പ്രാവർത്തികമാക്കുന്നത്. ശുദ്ധമായ പോഷകാഹാരത്തിന് മുൻഗണന നൽകി നമ്മുടെ ഭക്ഷണക്രമത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും ഈ മാറ്റങ്ങൾ ദിനചര്യയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ഓരോ വ്യക്തിയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും അതിലൂടെ നേട്ടങ്ങൾ കൊയ്യാനും സാധിക്കും.
പോഷകസമ്പുഷ്ടവും ആരോഗ്യകരവുമായ ഭക്ഷണരീതി പിന്തുടരുന്നതിലൂടെ ആരോഗ്യമുള്ള സമൂഹം സൃഷ്ടിക്കുവാനും രാജ്യപുരോഗതിയിൽ പങ്കാളികളാകുവാനും നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.